സംഗതി സഞ്ജു ഇല്ലെങ്കിലും ഞങ്ങൾ ഇന്ന് ജയിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്താണ് എന്താ ഇന്ന് ചിന്നസ്വാമിയിലല്ലേ കളി? ചിന്നസ്വാമിയിലാണ് കളിച്ചിട്ട് നിങ്ങൾ ഫുള്ള് തോൽക്കല്ലേ അവിടെ? അതാ ഞങ്ങൾ വിചാരിക്കാൻ സിമ്പിൾ ആയിട്ട് ജയിക്കും. ഞങ്ങൾക്ക് ഇനിയിപ്പോ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ മത്സരങ്ങൾ മാത്രം ജയിച്ചാ പോരാ. ജയിക്കും. സഞ്ജു ഇല്ലാത്തത് മാത്രം ഞങ്ങൾ ആകെയുള്ള ഒരു പ്രശ്നം. പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങൾ വിഷയാക്കണേ ഇല്ല. ക്യാപ്റ്റനായിട്ടും കണക്കന്നെ വേറെ കാര്യം. എല്ലാരും നല്ല ഫോമിലാണ്. പക്ഷെ എല്ലാരും നല്ല ഫോമിലാണ്. ഞങ്ങളൊന്ന് സൂപ്പർ ഓവറിലും പിന്നെ അവസാനം രണ്ട് റൺസ് അതൊക്കെ തോൽവിയാണ്. ഒറ്റ റൺസ് തോറ്റാലും സൂപ്പർ ഓവറിന് തോറ്റാലും തോൽവിയാണ്. പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഒന്ന് തേച്ച് മിനി കൈ കിട്ടിയ കളി എങ്ങനെ തോൽപ്പിച്ചാന്നുള്ള നിങ്ങൾ ഗവേഷണം നടത്തല്ലേ? അപ്പൊ തുടർന്നോളൂ. അതിനൊക്കെ ഞങ്ങൾ അതിനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യേ. RCB എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഇതുവരെ കളിച്ച കളിയല്ല. RCB വേറെ ലെവല് കളിയാണ്. ചിന്നസ്വാമിയിലെ RCB എന്ന് പറയണം. ബാക്കിയുള്ളടത്ത് വേറെ. ചിന്നസ്വാമിയിൽ RCB എന്ന് പറഞ്ഞ ഒന്നുമില്ല. ചിന്നസ്വാമിയിൽ RCB എന്നുള്ള ആ പ്രശ്നം ഉണ്ടല്ലോ, കളി കളിയാക്കണ പ്രശ്നം, അത് ഇന്ന് തീരും. ഹിൽസാൾട്ടും കിങ്ങും കൂടി കിങ്ങൊക്കെ നല്ല ഫോമിലാ. ഹിൽസാൾട്ടും കിങ്ങും കൂടി ഒരു തുടക്കമുണ്ട്. പിന്നാലെ പഠിക്കല്, പട്ടീദാറ്, എല്ലാരും ലിവിങ്സ്റ്റന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടുള്ളൂ. ആ ലിവിങ്സ്റ്റൺ മാറ്റിയാണ്ട് ബെത്തലിനെ ഇറക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. എന്നല്ലാതെ വേറൊരു പ്രശ്നം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് വലിയ വലിയ പേരുകളാണ്, കിങ്, മറ്റത് സാൾട്ട് എന്നൊക്കെ പറഞ്ഞ കാണുന്നുണ്ടാവും. ഞങ്ങൾക്ക് വളരെ സിമ്പിൾ. ജയ്സ്വാള്, സൂര്യവംശി ചെറിയ ചെക്കനാണ്, പക്ഷെ എന്തോ ഒരു കളിയാണ്. അതൊന്നുമല്ല, തുടങ്ങിയ തന്നെ 6 കൊണ്ടാണ്. ഞാനിവിടെ പറയാൻ പാടുന്ന അറിയില്ല. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് 14 വയസ്സ് തന്നെ ആണോന്നല്ലേ. അതൊക്കെ ഒരു 16 നിങ്ങൾ അത്രയാണ് കുറക്കല്ലേ? അതൊന്നും പറയാ. പണ്ട് ISL ഇങ്ങനെ ഒരുത്തുണ്ടായിരുന്നു, പ്രായം കുറച്ച് വന്നാണ്ട് പിന്നെ പ്രായം ഏജ് ഫ്രോഡൊക്കെ ആയത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. മുഖം കണ്ടാൽ തന്നെ സംശയിക്കാതൊന്നും പാടില്ലട്ടാ. മൂപ്പരുടെ 6കൾ കണ്ട്. പണ്ട് പാകിസ്ഥാനിൽ ഒരു അസൻഡ്രാസ് ഉണ്ടായിരുന്നു 14 വയസ്സൊന്നും പറഞ്ഞു കണ്ട്, പിന്നെ കണ്ടില്ല. അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് ഡൗട്ട് ആയതുകൊണ്ട് പാകിസ്ഥാനത്തല്ലേ, അത് നമ്മൾ നോക്കണ്ട. അല്ല പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ കൂടെ പറഞ്ഞത് IPL. അപ്പൊ അങ്ങനെ അന്താരാഷ്ട്ര കളിക്കാരൊക്കെ ഇവിടെയും കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഡൗട്ട്. എന്നാലും പ്രായം പ്രായത്തിനൊന്നും നോക്കണ്ടേ. പിന്നെ ഞങ്ങളുടെ ബൗളിങ്, നിങ്ങളുടെ ബാറ്റിംഗ് ഈ പറഞ്ഞതിനൊക്കെ ഔട്ടാക്കാൻ ഞങ്ങൾക്ക് ഒരേ ഒരാൾ മതി. ആർച്ചർ എന്ത് ഫോമിലാണ്, ഭയങ്കര ഫോമാണ്. നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. ബാറ്റ്സ്മാൻമാര് മാത്രം കുഴപ്പമായതുകൊണ്ട് നന്നായി കൈകാര്യം ചെയ്യാറുള്ള ആളാണ്. അതിപ്പോ നമുക്ക് കാണിച്ചെന്താണ് കഴിഞ്ഞ കളിയിലൊക്കെ ഫിൽസാൾട്ടാണ് തല്ലും. ആർച്ചറിനെ ഫിൽസാൾട്ട് തല്ലും നമ്മൾ കണ്ടല്ലേ. ഓരോ തീ പന്തുകളാണ് തുടക്കത്തിൽ തന്നെ. ഇതില് ഒരു കാര്യം പറയാനുള്ളൂ, കിങ്ങും ഫിൽസാൾട്ടും ഒക്കെ കൂടി കണ്ട് ഒരുങ്ങി ഇറങ്ങിയാല് നിങ്ങൾ ടീം ആകെ അല്ലും ജില്ലായി നിൽക്കല്ലേ. ഞങ്ങളിപ്പോ പറഞ്ഞെന്താ വെച്ചാല്, ഞങ്ങളെ കോച്ചിനെ മാറ്റിയത് ശരിയായില്ല, സംഘക്കാരെ പോയിന്റെ ശേഷം വന്ന ആളെ പേര് ഞാൻ പറഞ്ഞില്ല, വന്ന ആള് ശരിയാവില്ല. അല്ല ലെജൻഡൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ഫാൻസ് പറഞ്ഞതേ ആ ടീമിനെ ആകെ നശിപ്പിച്ച കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണ്. അങ്ങനെ നിങ്ങൾക്ക് അത് ഉള്ളിലുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് പറയാൻ ഒരു മടിയാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ മറ്റേ ഹെഡ്മേറിനൊക്കെ എന്തിനു കൊണ്ട് നടക്കണാണ്. കളി ജയിപ്പിക്കേണ്ട കളിയാണ് ഒന്നും ചെയ്യാതെ പോണത്. ഹെഡ്മേറും ജുറലൊക്കെ ദത്തിനാണ്. ആ ജുറലിന് ഒക്കെ നിർത്താൻ വേണ്ടിയില്ല നിങ്ങൾ മറ്റേ ജോസേട്ടനൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ അപ്പുറത്ത് പോയി ആഘോഷിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓപ്ഷനിലും മറ്റേ റീടെൻഷനിലും ഒക്കെ പേശയ്ക്കാണ്. ഇനി ഒന്നും നോക്കാനില്ല. ഞങ്ങളാണെങ്കിൽ തവണ കപ്പിട്ട് പോവുകയും ചെയ്യും.